കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ഒന്നാം ഭാഗം പഠിച്ചു കഴിഞ്ഞു അല്ലെ? ഇനി പാസ്റ്റ് കണ്ടിന്യൂസിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഇനിയും കുറെ കാര്യങ്ങൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പഠിക്കാനുണ്ട്. ഏതൊക്കെ സിറ്റുവേഷനുകളിലാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക എന്നറിയണം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നറിയണം. ഇക്കാര്യങ്ങളെല്ലാമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഏതെല്ലാം സിറ്റുവേഷനുകളിലാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു, ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രവൃത്തി നടക്കുകയായിരുന്നു, നടക്കുകയായിരുന്നില്ല, ചെയ്യുകയായിരുന്നു എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി അടുത്ത സിറ്റുവേഷൻ നോക്കൂ. പാസ്റ്റിൽ ഒരേ സമയം നടന്ന രണ്ട് ആക്ഷൻസ്, രണ്ട് പ്രവൃത്തികൾ ഒന്നിച്ച് പറയേണ്ടി വരുന്ന സന്ദർഭമാണ് രണ്ടാമത്തെ സിറ്റുവേഷൻ. ഈ സന്ദർഭത്തിൽ ഒരു ആക്ഷൻ പൂർണ്ണമാകുമ്പോൾ, ഒരു ആക്ഷൻ നടക്കുമ്പോൾ മറ്റൊരു ആക്ഷൻ നടക്കുകയായിരുന്നു, കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു എന്ന് പറയാനാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഈ വാക്യങ്ങൾ നോക്കൂ. അച്ഛൻ വന്നപ്പോൾ അമ്മ സിനിമ കാണുകയായിരുന്നു. അമ്മ വന്നപ്പോൾ കുട്ടി കരയുകയായിരുന്നു. ബെല്ലടിച്ചപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു. ഇവയിൽ ഓരോന്നിലും രണ്ട് ആക്ഷനുകൾ വീതമുണ്ട്. ഒന്ന് തുടരുന്ന സമയത്ത് മറ്റൊന്ന് പൂർണ്ണമായി നടന്നു എന്ന് പറയുന്ന വാക്യങ്ങളാണ് ഈ മൂന്ന് വാക്യങ്ങളും. ഇവയെ കൂട്ടിയോജിപ്പിക്കാൻ വെൻ എന്ന കൺജങ്ഷൻ ഉപയോഗിക്കാം. ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കൂ. ഒന്ന് ഷോർട്ട് ആക്ഷൻ ആയിരിക്കും, ഒന്ന് ലോങ് ആക്ഷനുകളും ആയിരിക്കും. ഏതൊക്കെയാണ് ഷോർട്ട് ആക്ഷൻ? അച്ഛൻ വന്നു, അമ്മ വന്നു, ബെല്ല് അടിച്ചു. ഏതൊക്കെയാണ് ലോങ് ആക്ഷൻ, അതായത് തുടരുകയായിരുന്ന ആക്ഷനുകൾ? അമ്മ സിനിമ കാണുകയായിരുന്നു, കുട്ടി കരയുകയായിരുന്നു, ഞാൻ ഉറങ്ങുകയായിരുന്നു. ഇവയിലെല്ലാം ആ സമയത്ത് തുടർന്നുകൊണ്ടിരുന്ന ആക്ഷനായ ലോങ് ആക്ഷൻ പറയാനാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. വെൻ ചേർക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കൂ. ഒന്നാമത്തെ വാക്യം, അച്ഛൻ വന്നപ്പോൾ അമ്മ സിനിമ കാണുകയായിരുന്നു. വെൻ ഫാദർ കെയിം മദർ വാസ് വാച്ചിങ് എ മൂവി. ഇവിടെ ഷോർട്ട് ആക്ഷൻ അച്ഛൻ വന്നു എന്നുള്ളതാണ്. ഷോർട്ട് ആക്ഷൻ എപ്പോഴും സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് പറയുക. തുടരുകയായിരുന്ന വാക്യം അല്ലെങ്കിൽ ലോങ് ആക്ഷൻ ഏതായിരുന്നു? അമ്മ സിനിമ കാണുകയായിരുന്നു എന്നുള്ളത്. അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയുക. രണ്ടാമത്തെ വാക്യം, അമ്മ വന്നപ്പോൾ കുട്ടി കരയുകയായിരുന്നു. ദ ചൈൽഡ് വാസ് ക്രൈയിങ് വെൻ മദർ കെയിം. ഇവിടെ ലോങ് ആക്ഷൻ കുട്ടി കരയുകയായിരുന്നു എന്നുള്ളതാണ്. അത് പറയുക പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. രണ്ടാമത്തെ വാക്യത്തിലെ ഷോർട്ട് ആക്ഷൻ ഏതാണ്? അമ്മ വന്നു എന്നുള്ളതാണ്. അമ്മ വന്നു എന്നുള്ള വാക്യം പറയുക സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. മൂന്നാമത്തെ വാക്യം, ബെല്ലടിച്ചപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു. ഇതിലെ ഷോർട്ട് ആക്ഷൻ ബെല്ലടിച്ചു എന്നുള്ളതാണ്. ബെല്ലടിച്ചു എന്നുള്ള വാക്യം സിമ്പിൾ പാസ്റ്റിലാണ് പറയുക. അതുപോലെ തന്നെ ഞാൻ ഉറങ്ങുകയായിരുന്നു എന്ന് പറയുന്ന വാക്യം പാസ്റ്റ് കണ്ടിന്യൂസിലുമാണ് പറയുക. അപ്പോൾ വാക്യം when the bell rang I was sleeping എന്നായി വരും. ഓക്കെ. മൂന്നാമത്തെ സിറ്റുവേഷൻ എന്താണ്? ഒരേ സമയം രണ്ട് ആക്ഷൻസ് കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു എന്ന് പറയുന്ന സന്ദർഭം. ഇവിടെ രണ്ട് ആക്ഷനുകളും ഒരേപോലെ കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു എന്ന് പറയാനാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്.
ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കൂ. ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കൂ. ഡ്രൈവർ വണ്ടി ഓടിക്കുകയായിരുന്നു. അവൾ ഉറങ്ങുകയായിരുന്നു. ഇത് 2 വാക്യങ്ങളാണ്. കണ്ടിന്യൂ ചെയ്യുകയായിരുന്ന 2 വാക്യങ്ങൾ. ഇവയെ കൂട്ടിയോജിപ്പിക്കാൻ വൈൽ എന്ന കൺജങ്ഷൻ ഉപയോഗിക്കാം. എങ്ങനെയാണ് വരുന്നത് നോക്കൂ. വൈൽ ഡ്രൈവർ വാസ് ഡ്രൈവിംഗ്, ഷീ വാസ് സ്ലീപ്പിംഗ്. അവൻ പാടുകയായിരുന്നു, അവൾ നൃത്തം ചെയ്യുകയായിരുന്നു. ഈ 2 ആക്ഷനുകളെയും ഒന്നിച്ചു ചേർക്കാൻ വൈൽ എന്ന കൺജങ്ഷൻ ഉപയോഗിക്കാം. ഇവിടെ രണ്ടും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഹി വാസ് സിംഗിങ് വൈൽ ഷീ വാസ് ഡാൻസിങ്. അമ്മ ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു, കുട്ടികൾ കളിക്കുകയായിരുന്നു. ഈ 2 ആക്ഷനുകളും ഒരേ സമയം കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു എന്ന് പറയാൻ, അല്ലെങ്കിൽ ആ വാക്യങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ വൈൽ എന്ന കൺജങ്ഷൻ ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെയാണ് വരിക? വൈൽ മദർ വാസ് കുക്കിംഗ്, ചിൽഡ്രൻ വേർ പ്ലേയിങ്. ഓക്കെ. 2 ആക്ഷനുകൾ ഒരേ സമയം കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു എന്ന് പറയുന്ന സന്ദർഭത്തിൽ വൈൽ എന്ന കൺജങ്ഷൻ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. വൈൽ വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇടയിലും ഉപയോഗിക്കാം. എങ്ങനെയായാലും ശരിയാണ്. പക്ഷേ വൈൽ ഉപയോഗിക്കുന്ന ക്ലോസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കണം എന്നുള്ളതാണ് നിയമം. 4ാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഹാബിച്വൽ ആക്ഷൻസ് പറയാനാണ്. ഹാബിച്വൽ ആക്ഷൻസ് പറയാനുള്ള ടെൻസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്തൊക്കെയാണ്? ശീലങ്ങൾ പറയാൻ സിമ്പിൾ പ്രസന്റ് ടെൻസും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും ഉപയോഗിക്കാം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ശീലങ്ങൾ പറയാൻ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരം ശീലങ്ങൾ മിക്കവാറും നെഗറ്റീവ് റിമാർക്സ് ഉള്ളവയായിരിക്കും. ശീലങ്ങൾ പറയുന്നതിന് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കൂ. ഉദാഹരണങ്ങൾ: He was always complaining about them. അടുത്തത് She was always talking about her problems. ഈ 2 വാക്യങ്ങളും പാസ്റ്റിൽ ഫ്രീക്വൻലി ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നടന്നിരുന്ന ഒരു ഹാബിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്ന സിറ്റുവേഷനുകൾ ഏതാണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് പഠിക്കണം? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ യെസ് ഓർ നോ ചോദ്യങ്ങൾ എങ്ങനെയാണ് ചോദിക്കുക എന്ന്. ആസ് യൂഷ്വൽ എല്ലാ ടെൻസുകളിലെയും പോലെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും യെസ് ഓർ നോ ചോദ്യങ്ങൾ ചോദിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഓക്സിലറി വെർബിനെ സെന്റൻസിന്റെ ഏറ്റവും മുന്നിലേക്ക് കൊണ്ടുവന്നാൽ മതി. നോക്കൂ ഉദാഹരണങ്ങൾ. He was sleeping. ഇവിടെ ഏതാണ് ഓക്സിലറി? was. ചോദ്യം വരേണ്ടത് എങ്ങനെയാണ്? ഓക്സിലറിയിലാണ് തുടങ്ങേണ്ടത്. was, then subject he, അതിനുശേഷം പ്രസന്റ് പാർട്ടിസിപ്പിൾ. was he sleeping? was he sleeping? അടുത്ത വാക്യം നോക്കൂ. they were swimming. ഇവിടെയും ഓക്സിലറി were മുന്നിലേക്ക് കൊണ്ടുവരണം. അതിനുശേഷം സബ്ജക്റ്റ്, then പ്രസന്റ് പാർട്ടിസിപ്പിൾ. were they swimming? were they swimming? ഓക്കെ. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത് WH ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. ഇവിടെയും മറ്റു ടെൻസുകളിലെ പോലെ തന്നെയാണ്. എന്താണ്? WH ക്വസ്റ്റ്യൻ വേർഡ് സെന്റൻസിന്റെ ഏറ്റവും മുമ്പിലേക്ക് കൊണ്ടുവരിക, ഏറ്റവും മുന്നിൽ വരണം. WH ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? ക്വസ്റ്റ്യൻ വേർഡുകൾ വിച്ച്, വെൻ, വാട്ട്, വൈ തുടങ്ങിയവ. ഇവ സെന്റൻസിന്റെ ഏറ്റവും മുന്നിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഓക്സിലറി വെർബ് കൊണ്ടുവരിക, പിന്നീട് സബ്ജക്റ്റ്, പിന്നീട് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്. ഇനി WH ക്വസ്റ്റ്യൻസിന് ഉദാഹരണങ്ങൾ നോക്കാം.
What was she doing? Where were they going? Why was she crying? Who was shouting? ഇപ്പോൾ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് കംപ്ലീറ്റ് കഴിഞ്ഞു, മുഴുവനായും കഴിഞ്ഞു. പക്ഷെ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഇതിലെ ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ കൊണ്ട് ഒരിക്കലും നമ്മൾ പഠിക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ വാക്യങ്ങൾ ഉണ്ടാക്കണം. ആ വാക്യങ്ങൾ പ്രയോഗത്തിൽ വരുത്തണം. ആരോടെങ്കിലും സംസാരിക്കുന്നതിനിടയ്ക്ക് ഈ വാക്യങ്ങൾ ഉപയോഗിച്ച് നോക്കണം. അങ്ങനെ മാത്രമേ നമുക്ക് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിനെ മെച്ചപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ വെച്ച് വീണ്ടും കാണാം. ബൈ.